ജർമ്മനിയുടെ ആത്മീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് അഖില ജർമ്മനി കുരിശിന്റെ വഴി തലസ്ഥാന നഗരമായ ബെർലിനിൽ ഭക്തിനിർഭരമായി നടന്നു. സെക്യുലർ ചിന്തകൾക്ക് വേരോട്ടമുള്ള ബെർലിൻ നഗരമധ്യത്തിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കി ആയിരക്കണക്കിന് വിശ്വാസികൾ ഒന്നിച്ചണിനിരുന്നത് യൂറോപ്പിലെ മലയാളി ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസദാർഢ്യത്തിന്റെ വിളംബരമായി മാറി. യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് പിതാവിന്റെ ആത്മീയ നേതൃത്വത്തിൽ നടന്ന ഈ മഹാസംഗമത്തിനെ ചുക്കാൻ പിടിച്ചത് ബെർലിനിലെ വിൻസെൻഷൻ വൈദികരാണ്. ബെർലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ കുരിശിന്റെ വഴിയിൽ പങ്കുചേരാൻ ബെർലിനിലേക്ക് ഒഴുകിയെത്തിയത്. മറ്റ് ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് വ്യത്യസ്തമായി ആയിരങ്ങൾ അണിനിരുന്ന ഈ കുരിശിന്റെ വഴി ബെർലിൻ വീഥികളെ പ്രാർത്ഥനാസാന്ദ്രമാക്കി. വിൻസെൻഷൻ വൈദികരുടെ കൃത്യമായ ആസൂത്രണവും ഏകോപനവുമാണ് ഇത്രയേറെ വിശ്വാസികളെ പ്രാർത്ഥനാപൂർവ്വം നയിക്കാൻ സഹായിച്ചത്. കിലോമീറ്ററുകൾ താണ്ടിയെത്തിയ കുടുംബങ്ങളും യുവജനങ്ങളും കുട്ടികളും അടങ്ങുന്ന വൻ ജനാവലി ഓരോ നിലയങ്ങളിലും ഭക്തിപൂർവ്വം പ്രാർത്ഥനകൾ അർപ്പിച്ചു. തന്റെ സന്ദേശത്തിൽ ക്രിസ്തുവിന്റെ കുരിശ് വെറും ദുഃഖത്തിന്റെ അടയാളമല്ല, മറിച്ച് രക്ഷയുടെ വഴിയും പ്രത്യാശയുടെ സന്ദേശവുമാണെന്ന് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് പിതാവ് ഊന്നിപ്പറഞ്ഞു. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും കുരിശിന്റെ വഴിയിലൂടെ എങ്ങനെ അർത്ഥവത്താക്കാം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ പുതുജ്വാല പടർത്തി. ബെർലിനിലും പരിസര പ്രദേശങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന നിരവധി വൈദികരും സിസ്റ്റേഴ്സും സജീവമായി പങ്കെടുത്തത് ഈ ശുശ്രൂഷയ്ക്ക് കൂടുതൽ ഗാംഭീര്യമേകി. വിദേശ ഭൂമിയായ ജർമ്മനിയിൽ താമസിക്കുമ്പോഴും തങ്ങളുടെ വിശ്വാസ പാരമ്പര്യം കൈവിടാതെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഒന്നിച്ചു ചേരുന്നത് കേവലം ഒരു ആരാധന മാത്രമല്ല, മറിച്ച് സഭയുടെ ജീവൻ നിറഞ്ഞ സാന്നിധ്യം വിളിച്ചോതുന്ന ഒന്നുകൂടിയാണ്. കഷ്ടതകളിലൂടെ കടന്നുപോയാലും ക്രിസ്തുവിനോടൊപ്പം നടക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ ഉയർപ്പ് ഉറപ്പാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആത്മീയ യാത്ര ബെർലിൻ വീഥികളിൽ പുതിയ ചരിത്രം രചിച്ചു. പ്രവാസ ലോകത്തെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും ദൈവവിശ്വാസവും ഒരിക്കൽ കൂടി വിളംബരം ചെയ്തുകൊണ്ടാണ് അഖില ജർമ്മനി കുരിശിന്റെ വഴി സമാപിച്ചത്. മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, വത്സരമുള്ള കുഞ്ഞുമക്കളെ, പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും അത് ജീവിതത്തിൽ എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് മനസ്സിൽ താലോലിച്ച് നടക്കുവാനുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങളെല്ലാവരും ഇവിടെയായിരിക്കുന്നത് എന്നാണ് എൻ്റെ ഉത്തമ ബോധ്യം. ക്രോസിസ് എപ്പോഴും അല്ലേ, പുരുഷരുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ പ്രശ്നമാണ് അല്ലേ. ബട്ട് what is the solution? Crucifix is the solution. കുരിശുകൾ നമുക്കൊക്കെ ഉണ്ട്. കുരിശിൽ കയറി കിടന്ന ഈശോ ആണ് അതിന് ഉത്തരം. ആ ഉത്തരം നമുക്ക് കിട്ടിയിട്ട് 2000 വർഷങ്ങൾ പിന്നിടുകയാണ്. ആ കുരിശിൽ നോക്കി ശക്തി ആർജിക്കാനായിട്ടാണ് മനുഷ്യൻ ഇന്നും